जय राधा माधवा कुंज बिहारी, जय राधा माधवा कुंज यशोदानंदना व्रजधरंजना Hare Krishna, Hare Krishna, Krishna Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare Krishna, Hare Krishna, Krishna Krishna, Hare
Hare जय ओम विष्णुपाद परमहंस परिव्राजकाचार्य अष्टोत्तर सदश्री श्रीमद अभयचरणारविंद भक्ति वेदांत स्वामी श्रील प्रभुपाद की जय। जय ओम विष्णुपाद परमहंस परिव्राजकाचार्य अष्टोत्तर सदश्री श्रीमद श्रील भक्ति सिद्धांत सरस्वती महाराज प्रभुपाद की जय। अनंत कोटि वैष्णव वृंद की नमाचार्य श्री हरिदास ठाकुर की श्रीमद भगवद गीता की जय। गौर प्रेमानंदे। ഹരേ കൃഷ്ണ. ഭഗവത്ഗീതാരൂപം അധ്യായം 15 ശ്ലോകം 13. 15-ാമത്തെ അധ്യായം 13-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. गामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामि चौषधी सर्वा सोमो भूत्वा रसात्मकः गामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामि चौषधी सर्वा सोमो भूत्वा रसात्मकः गामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामि चौषधी सर्वा सोमो भूत्वा रसात्मकः
रामाविश्य च भूतानि धारयामः मोजसा कृष्णामि चौषधी सर्वा भूत्वा रसात्मकः रामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामि चौषधी सर्वा सोमो भूत्वा रसात्मकः रामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामि चौषधी सर्वा सोमो भूत्वा रसात्मकः रामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामि चौषधी सर्वा सोमो भूत्वा रसात्मकः रामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामि चौषधी सर्वा सोमो भूत्वा रसात्मकः रामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामि चौषधी सर्वा सोमो भूत्वा रसात्मकः रामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामि चौषधी सर्वा सोमो भूत्वा रसात्मकः पुष्णामि चौषधी सर्वा भूत्वा रसात्मकः रामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामि चौषधी सर्वा सोमो भूत्वा रसात्मकः रामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामि चौषधी सर्वा सोमो भूत्वा रसात्मकः रामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामि चौषधी सर्वा सोमो भूत्वा रसात्मकः रामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामि चौषधी सर्वा सोमो भूत्वा रसात्मकः रामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामि चौषधी सर्वा सोमो भूत्वा रसात्मकः ശബ്ദാർത്ഥം അഹം ഞാൻ ഗാം ഗ്രഹങ്ങളെ ആവശ്യിച്ചിട്ട് ഉൾപൂകിയിട്ട് ഓജസ് കൊണ്ട് ബലം കൊണ്ട് ഭൂതാനി ജീവസത്തകളെ ധാരയാമി ധരിക്കുന്നു രസാത്മകനായ സോമനായി ഭൂത്വ ഭവിച്ചിട്ട് സർവ ഔഷധി സകല ഔഷധികളെയും പുഷ്ണാമീച്ച പോഷിപ്പിക്കുകയും ചെയ്യുന്നു. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദവേശ്വരനാരവിന്ദ ഭക്തി ശീലപ്രഭുപാദി. വിവർത്തനം: ഞാൻ ഓരോ ഗ്രഹത്തിലും ഉൾക്കൂടി അവയെ എന്റെ ശക്തി കൊണ്ട് ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നു. ഞാൻ തന്നെ ചന്ദ്രനായി തീർന്ന് എല്ലാ സസ്യങ്ങൾക്കും
ജീവരസം പകരുന്നു. ഭാവാർത്ഥം: സർവഗ്രഹങ്ങളും വായുമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഈശ്വര ശക്തിയാലാണ്. ഓരോ ഗ്രഹങ്ങളിലും ഓരോ ജീവിയിലും ഓരോ അണുവിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. പരമപുരുഷന്റെ ഒരു പൂർണ്ണാംശമായ പരമാത്മാവ് ഗ്രഹങ്ങളിലും വിശ്വത്തിലും ജീവസത്തയിലും പരമാണുവിൽ പോലും ഉൾച്ചേർന്നിട്ടുണ്ടെന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നു. അവിടുത്തെ ഈ അധിവേശത്താലാണ് ഓരോന്നിനും ഉചിതമായ ആവിഷ്കാരം ഉണ്ടാകുന്നത്. ജീവാത്മാവ് ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണല്ലോ ശരീരത്തിന് വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കാൻ കഴിയുന്നത്. ആ ജീവാംശം നഷ്ടപ്പെട്ടാൽ ദേഹം മുങ്ങുന്നു. ജീർണിച്ചു കഴിഞ്ഞാൽ വൈക്കോൽ തുരുമ്പ് പോലെ പൊങ്ങിക്കിടക്കും. എങ്കിലും മരിച്ച ഉടൻ മുങ്ങിപ്പോകുന്നത് തന്നെയാണ് പതിവ്. ഇങ്ങനെ ഗ്രഹങ്ങളെല്ലാം ശൂന്യാകാശത്തിൽ ഒഴുകി നടക്കുന്നത് ഭഗവാന്റെ പരമശക്തി അന്തർഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ആ ശക്തി ഒരു പിടി മണ്ണിനെ എന്ന പോലെ ഓരോ ഗ്രഹത്തെയും പുലർത്തിപ്പോരുന്നു. ഒരാൾ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന മണ്ണ് താഴെ വീഴാൻ സാധ്യതയില്ല. പക്ഷെ അത് കാറ്റത്ത് എറിയുകയാണെങ്കിൽ വീണ് ചെതറിപ്പോകും. അതുപോലെ വായുവിൽ നീന്തി നടക്കുന്ന ഈ ഗ്രഹങ്ങളും വിശ്വരൂപിയായ ഭഗവാന്റെ മുഷ്ടിക്കകത്താണ്. സർവചരാചരങ്ങളും സ്വസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് ഭഗവാന്റെ ശക്തിയാലും തന്നെ. സൂര്യൻ പ്രകാശിക്കുന്നതും ഗ്രഹഗോളങ്ങൾ ചലിക്കുന്നതിനും കാരണം ഭഗവാൻ മാത്രമെന്ന് വേദസൂക്തങ്ങളും പ്രസ്താവിക്കുന്നുണ്ട്. അവിടുത്തെ സഹായമില്ലെങ്കിൽ ഈ ഗ്രഹങ്ങളെല്ലാം കാറ്റത്ത് പൊടി പോലെ പറന്നടിഞ്ഞു തീരും. ചെടികൾക്ക് ചന്ദ്രനിലൂടെ പോഷണം കിട്ടുന്നതിന് കാരണവും ഭഗവാനാണ്. ചന്ദ്രന്റെ സ്വാധീന ശക്തി മൂലം സസ്യങ്ങൾ സാധുവാകുന്നു. നിലാവില്ലാതെ സസ്യങ്ങൾക്ക് വളരാനോ സ്വാദിഷ്ടമാകാനോ കഴിയില്ല. അങ്ങനെ ഭഗവത് ദത്തങ്ങളായ വിഭവങ്ങളുടെ സഹായത്താലാണ് മനുഷ്യവർഗം സുഖമായി ജീവിക്കുന്നതും ഭക്ഷിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ആ സഹായം കൂടാതെ നമുക്ക് ജീവിക്കാനാവില്ല. രസാത്മകം എന്ന വാക്ക് ശ്രദ്ധേയമാണ്. ഭഗവൻ നിർദ്ദിഷ്ടമായ ചന്ദ്രതേജസ്സിന്റെ പ്രഭാവത്താൽ ഏതൊന്നും ആസ്വാദ്യമായി തീരും. മമ ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാന്തിഷ്ടപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദഗമനം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹന രഘുനാഥാം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സന്നിദർശിത. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശകാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് 15-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകമാണ്. നമ്മൾ കഴിഞ്ഞ 1-2 ശ്ലോകത്തില് ഭഗവാൻ തന്നെയാണ് എല്ലാത്തിന് പിന്നിലെ കാരണക്കാരൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം ഇതില് 13-ാമത്തെ ശ്ലോകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അപ്പോൾ ആത്മസാക്ഷാത്കാരം ലഭിച്ച് എപ്പോഴും യത്നിച്ചു കൊണ്ടേയിരിക്കുന്ന അതീന്ദ്രിയവാദികൾക്ക് ഇതെല്ലാം വ്യക്തമായി കാണാൻ കഴിയും. മനോവികാസം പ്രാപിക്കാത്തവർക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവർക്കും ശ്രമിച്ചാലും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാന്റെ കാരുണ്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തരാണ് എങ്ങനെ ഭഗവാനെ നമുക്ക് ഈവൻ ഈ ഭൗതികലോകത്തിൽ ഇരിക്കുന്ന സമയത്ത് കൂടി ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെ, നമുക്ക് സൂര്യനിലൂടെയും ചന്ദ്രനിലൂടെയൊക്കെ ഭഗവാന്റെ ശക്തി ഭഗവാൻ അതിലൂടെ പ്രകാശിക്കുന്നു, അതിലൂടെ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ഭഗവാൻ എന്ന വ്യക്തി ഉണ്ടെന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഭഗവത് ശക്തിയിലാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ള വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാൻ ഒരിക്കലും കാണാൻ സാധിക്കില്ല. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ തന്നെയാണ്. നമ്മളിപ്പം ഒരു മുറിയുടെ അകത്ത് ഇരുന്നു കൊണ്ട് എല്ലാ ജനാലകളൊക്കെ അടച്ചിട്ട് നമ്മളത് ഇരുട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ പറയാണ് എല്ലാം ഇരുട്ടാണ്, നല്ല സൂര്യ വെളിച്ചം പുറത്തുണ്ടെങ്കിലും നമ്മൾ മുറി അടച്ചു വെച്ച് കർട്ടനൊക്കെ ഇട്ട് റൂമിനകത്ത് നമുക്ക് ഇരുട്ടാണെന്ന് നമ്മൾ പറയണം. പക്ഷെ അതേസമയത്ത് നമ്മൾ ആ ജനാല പോയി തുറക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെളിച്ചം ഉടനെ വരും. അതുപോലെ തന്നെ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ
നമുക്ക് ആക്ച്വലി എന്താ ഭഗവാന്റെ ശക്തി നമുക്ക് ഏത് തരത്തിൽ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മുടെ നിത്യാഹങ്കാരം കാരണമാണ് നമുക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് പലപ്പോഴും. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ടും പറയാണ് അല്ലെ, നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഗ്രഹങ്ങളൊക്കെ അല്ലെ നമ്മൾ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ കാലാകാലങ്ങളായിട്ട്. ഇതൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത്? ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പറയും ഗുരുത്വാകർഷണം കാരണമാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്, നമ്മൾ സയൻസിലൊക്കെ നമ്മൾ പറയായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഭഗവാൻ വളരെ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട് അല്ലെ, എന്റെ ശക്തി കൊണ്ടാണ് ബ്രഹ്മണപഥത്തിൽ ഇത് നിലനിന്ന് പോകുന്നത് ഉള്ള കാര്യം അല്ലെ. നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചാലും പലപ്പോഴും നമ്മൾ കാണുന്ന സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ഈ റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് അത് എപ്പോഴും സക്സസ് ആവണം നിർബന്ധമില്ല, പലപ്പോഴും ഫെയിലിയർ ആവാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പൊല്യൂഷനൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് ഭഗവാൻ ഈ ഒരു ഗ്രഹങ്ങൾ ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെ. നമ്മൾ ഒരിക്കലും അത് തമ്മിൽ എവിടെയെങ്കിലും ഇടിച്ചെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയെന്നോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഭഗവാൻ ഉണ്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ എന്തൊരു കാര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ അത് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവണം. നമുക്ക് അത് വളരെ വ്യക്തമാണ്. നമ്മൾ ഭൗതിക ലോകത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം ഒരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു വാച്ച് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും, നമ്മൾ വാച്ച് ഒരു കടയിൽ നിന്ന് വാങ്ങി കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ ചിന്തിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങാണ്. പക്ഷെ നമുക്ക് അറിയാൻ സാധിക്കും ആ വാച്ച് എന്ന കാര്യം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച കുറച്ച് എഞ്ചിനീയർമാരും പിന്നെ അതിനൊരു ബാറ്ററി സെൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളത് ചാർജ് ചെയ്താലേ ആക്ച്വലി അത് പ്രവർത്തിക്കണം. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എന്തൊരു കാര്യം ലോകത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ബൈ ചാൻസ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്നില്ല. അതിന് പിന്നാലെ അതിന്റെ ഒരു ശക്തി ഉണ്ടാവില്ലേ, അതിന്റെ ഒരു പിന്നിലൊരു ബുദ്ധിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ എന്തൊരു കാര്യം കാണുമ്പോഴും അതിന് പിന്നിലും ഭൗതിക ലോകത്തിൽ ഇത്ര മനോഹരമായിട്ട് നമുക്ക് ഓരോ സീസണിൽ പല പല ഫ്രൂട്ട്സുകൾ അല്ലെ, നമ്മൾ ഫലങ്ങൾ വരുന്നു, കറക്റ്റ് സമയത്ത് സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു, ഇതൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലും ഒരു മനോഹരമായിട്ടുള്ള ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ അല്ലെ, അത്രയും സർവ്വത്തിന് കാരണമായിട്ടുള്ള ഭഗവാൻ ഉണ്ട് വളരെ വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതിലും പറയുന്നുണ്ട് അല്ലെ, ഈ ഒരു ഭാവാർത്ഥ ശീലപ്രഭ എന്ന് പറയുന്നത് ഓരോ ഗ്രഹങ്ങളിലും ഓരോ ജീവിയിലും ഓരോ അണുവിലും ഉണ്ട് ഈശ്വര സാന്നിധ്യം അല്ലെ. പരമപുരുഷന്റെ ഒരു പൂർണ്ണാംശമായ പരമാത്മാവ് ഗ്രഹങ്ങളിലും വിശ്വത്തിലും ജീവസത്തയിലും പരമാണുവിൽ പോലും ഉൾച്ചേർന്നിട്ടുണ്ടെന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്. നമ്മൾ അതിൽ പറയുന്നത് അണ്ടാന്തരസ്ഥം പരമാണു ഛായാന്തരസ്ഥം അല്ലെ. അപ്പൊ എല്ലാത്തിലും ഭഗവാൻ പരമാത്മാരൂപേണ കുടികൊള്ളുകയാണ് നമ്മൾ എന്ത് കാര്യത്തിൽ കാണുന്നത്. അപ്പൊ ആ ശക്തി ഉള്ളത് കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ആ ശക്തി ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പ്രവർത്തന ശേഷി കാണാൻ സാധിക്കില്ല. നമ്മളിപ്പോ നോക്കുമ്പോൾ ചെറിയൊരു കുട്ടികൾക്ക് ചിന്തിക്കായിരിക്കും, നമ്മളിപ്പം വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് നമ്മൾ ട്രാഫിക് സിഗ്നൽ വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ ഒരു കുട്ടി ചിന്തിക്കും അതിപ്പോ പച്ചയായി കാണുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് ഓറഞ്ച് ആവുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ചുവന്ന കളർ ആവുന്നു. ഇത് കാണുന്ന സമയത്ത് ഒരു കുട്ടി ചിന്തിക്കും ഇതൊക്കെ തനിയെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന് പിന്നാലെ ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കും അല്ലെ. ഇത്ര സെക്കൻഡ് ആകുമ്പോൾ അത് പച്ചയാവണം, അത് കഴിഞ്ഞാൽ പിന്നെ അത് ഓറഞ്ച് കളർ ആവും, പിന്നെ അത് ചുവപ്പാവും. അപ്പൊ അതിന്റെ എന്തൊരു കാര്യത്തിന് പിന്നിലും അവിടെ ഒരു ഇന്റലിജൻസിന്റെ ആവശ്യമുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു ബുദ്ധി അല്ലെ, ഒരു വ്യക്തിയുടെ ബുദ്ധി അനുസരിച്ചാണ് സാമാന്യമായിട്ടുള്ള ഭൗതിക കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, ആത്മീയപരമായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിലും ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ക്രിയേറ്റർ ഉണ്ടാവണമെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ചിലപ്പോൾ ആൾക്ക് പറയും ഇതൊക്കെ ബൈ ചാൻസ് ആണ് നടക്കുന്നത്, ഇതൊക്കെ ഇതിന് പിന്നിൽ ആരും ഇല്ല എന്ന രീതിയിലൊക്കെ പറയും. അപ്പൊ നമ്മള് ഈവൻ ഞാൻ വായിച്ചൊരു കാര്യമാണ് ഇതിനു മുമ്പായിട്ട്. നമുക്കറിയാം ഗലീലിയോ, നമുക്ക് പല സയന്റിസ്റ്റുമാരും കാണുകയാണെങ്കിലും അവരും ഒരുപാട് പേര് ഈശ്വര വിശ്വാസിയായിട്ടുള്ള വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ഐൻസ്റ്റീൻ അല്ലെങ്കിൽ ഗലീലിയോ ഇങ്ങനത്തെ സയന്റിസ്റ്റുകളെ കാണാൻ സാധിക്കും. അപ്പോൾ ഈവൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഗലീലിയോ കൂടി അദ്ദേഹം ഭഗവാൻ വിശ്വസിച്ചൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു, ഭഗവാനില്ല ഇതൊക്കെ ബൈ ചാൻസ് നടക്കാണെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, ഇപ്പം ചില വ്യക്തികളെ നമുക്ക് എത്രത്തോളം പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവില്ല. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിലൂടെ അദ്ദേഹത്തിന് ഒരു ലോജിക്കിലൂടെ മനസ്സിലാക്കിപ്പിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഗലീലിയോ പറഞ്ഞ ആ ഒരു സയന്റിസ്റ്റ് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം മനോഹരമായിട്ടൊരു ഈ ഒരു സോളാർ സിസ്റ്റം പ്ലാനറ്ററി സിസ്റ്റം അദ്ദേഹം ഒരു മരം കൊണ്ട് ഉണ്ടാക്കി. അതെല്ലാം ഫിറ്റ് ചെയ്ത് അതിങ്ങനെ കറങ്ങുന്ന രീതിയിലൊക്കെ അത് വെച്ചു, മനോഹരമായിട്ട് ഉണ്ടാക്കി. സൂര്യനെ പ്രദർശിച്ചു, പിന്നെ ബാക്കി ഓർബിറ്റിൽ പല പല പ്ലാനറ്റ്സ് ഒക്കെ വെച്ചു. അപ്പൊ അതൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്രണ്ടിനെ വിളിച്ചു ഒരു ദിവസം. അദ്ദേഹം ഈവനിങ് അദ്ദേഹത്തിനെ വിളിച്ച ശേഷം ഈ ഫ്രണ്ട് വന്ന് അതിനെ കണ്ട ശേഷം അത് ഉടനെ പറഞ്ഞു, വളരെ മനോഹരമായിട്ടുണ്ടല്ലോ, അപ്പൊ ഇത് ആരാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ തന്നെ ഗലീലിയോ പറഞ്ഞു ഇത് താനെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇല്ലല്ല, അത് സംഭവിക്കില്ല, ഇത് താനെ ഉണ്ടാവില്ല, ഇതിന് പിന്നിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബുദ്ധി ഉണ്ടെങ്കിൽ ഇത് ഇത്ര മനോഹരമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നു. അപ്പൊ പറഞ്ഞു ഇല്ല, ഇത് തനിയെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞു വീണ്ടും. അപ്പൊ അദ്ദേഹം സമ്മതിച്ചില്ല, എന്തായാലും അതിന് പിന്നിൽ ഏതെങ്കിലും ഒരു വ്യക്തി അത്രയും സമയവും കഴിവുള്ള ഒരു വ്യക്തി ചെയ്താലേ ഇത് ഇത്ര മനോഹരമായിട്ടും ഇത് കറങ്ങിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗലീലിയോ തിരിച്ച് അതിനെ ചോദിച്ചു, ഇത്രയും
ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാനറ്ററി സിസ്റ്റം നമ്മൾ കാണുന്ന രീതിയിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്ര മനോഹരമായിട്ട് ഇത് കറങ്ങുന്നുണ്ടെങ്കിൽ ഈ ശരിയായിട്ടുള്ള ഒരു യൂണിവേഴ്സും ഈ പ്ലാനറ്ററി സിസ്റ്റം ഒക്കെ ഉണ്ടാക്കിയതിന് പിന്നിൽ എന്തായാലും ഒരു ഇന്റലിജന്റ് വ്യക്തി ഉണ്ടാവുന്നതിന് തിരിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ പറഞ്ഞു അതാണ് ദൈവം അല്ലെങ്കിൽ ഭഗവാൻ എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ ശരിക്കും നമ്മളൊരു ലോജിക് ഉപയോഗിച്ച് മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ ഭഗവാൻ നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഭഗവാനെ കാണാൻ സാധിക്കും അല്ലെ. ഭഗവാനെ റിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് റിയലൈസ് ചെയ്യാം, ഭഗവാനെ മറക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ മറക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ അത് നമ്മുടെ ഒരു ചിന്താഗതി അനുസരിച്ചാണ്. നമ്മൾ എത്രത്തോളം ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അനുസരിച്ച് ഭഗവാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പറയുന്നത് ദദാമി ബുദ്ധിയോഗം തം. ഏതൊരു വ്യക്തിയാണോ ഭഗവാനെ മനസ്സിലാക്കണമെന്ന് ശ്രമിക്കുന്നത് ആ വ്യക്തിക്ക് ഭഗവാൻ തന്നെ ആ ബുദ്ധിവിശേഷം നൽകുന്നതിന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വളരെ നല്ലൊരു എക്സാമ്പിളാണ് ശീല പ്രഭുപാദ് പറഞ്ഞത്. നമ്മൾ പലപ്പോഴും നമുക്ക് നല്ലൊരു കഴിവുള്ള സമയത്ത് നമ്മൾ ഒരു വെള്ളത്തിൽ പോയ ശേഷം നമ്മൾ എടുത്ത് ചാടും, നീന്തും, മുങ്ങി നീന്തും, പലതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിലും പക്ഷെ ആ ഒരു ആത്മാവെന്ന കാര്യം നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതും ഒരു വൈക്കോൽ പുല്ലും ഒരുപോലെയാണ് അല്ലെ. പിന്നെ അതിന് യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ ആ ആത്മാവുള്ള ശക്തി ഉള്ളത് കൊണ്ടാണ് ആ ഒരു വ്യക്തിക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ ആത്മാവെന്ന ശക്തി ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലെ ആ വ്യക്തിക്ക് ഒന്നുമേ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം ഒരു വ്യക്തിക്ക് എല്ലാ സ്ഥലങ്ങളും കാണാൻ സാധിക്കും. നോക്കുകയാണെങ്കിൽ നമുക്ക് പല പല കഴിവുകളും യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും ഒരു നിമിഷം കൊണ്ട് അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം അല്ലേ. ഭഗവാൻ നമ്മൾ ആ ഒരു നമുക്ക് തരുന്ന ബുദ്ധിയും ശക്തിയും അല്ലെങ്കിൽ ആത്മാവെന്ന കാര്യം നമ്മളെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ പിന്നെ നമ്മളും ഒരു ജഡപദാർത്ഥം തമ്മിൽ യാതൊരു വ്യത്യാസവും നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. അതും ശീല പോകാതെ ഒരു എക്സാമ്പിൾ പറയുന്നു. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടാലും വിശ്വസിക്കണോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കാണാൻ പറയും. അപ്പൊ നമ്മൾ ചിലപ്പം നമുക്ക് ആകെ ഇന്ത്യ ആയിരിക്കും അറിയുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഇന്ത്യ കഴിഞ്ഞാൽ അപ്പുറത്ത് പാകിസ്ഥാൻ ഉണ്ട്, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അത് വളരെ നമ്മൾ ഈസിയായിട്ട് നമ്മൾ വിശ്വസിക്കില്ല. നമ്മളൊരു അതോറിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ എന്താ പറയും, നമ്മൾ തിരിച്ച് ചോദിക്കില്ല. പക്ഷെ നമ്മൾ ഭഗവാൻ എന്ന് പറയുമ്പോഴാണ് 1000 ചോദ്യങ്ങൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ പലപ്പോഴും വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഭൗതികമായിട്ടുള്ള വിദ്യകൾക്ക് നമ്മളൊരു അതോറിറ്റിയെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മീയപരമായിട്ടുള്ള ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു അതോറിറ്റിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനാണ് ശീല പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. കാരണം പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ നിരന്തരം വായിക്കുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഭഗവാൻ ഉണ്ടെന്നുള്ളത് വളരെ 100% അദ്ദേഹത്തിന് ആ ഒരു കൺവിക്ഷൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വരും. കാരണം വളരെ വ്യക്തമായിട്ടും ശീല പ്രഭുപാദ് ലോജിക്കിലൂടെയും എല്ലാ കാര്യങ്ങളിലൂടെയും അദ്ദേഹം പറഞ്ഞുതരാണ് അല്ലെ. നമുക്കൊരു വ്യക്തിക്ക് എങ്ങനെ അതിനെ ഒരു വ്യക്തിക്ക് ഈ ഒരു കാലത്തിലും ഇനി വരാൻ പോകുന്ന കാലത്തിലും ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ശീല പ്രഭുപാദ് ഈ ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ടും ഈ ഗ്രന്ഥങ്ങളെ വായിച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഭഗവാന്റെ കാരുണ്യം ആ വ്യക്തി എല്ലാ സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. അപ്പം അതുപോലെ തന്നെ ഇതിൽ പറയാണ് അപ്പൊ എങ്ങനെ ഭഗവാൻ എങ്ങനെയാണ് ഇതിനെ നമ്മളൊരു കൈ മുഷ്ടിയിൽ നമ്മളൊരു കുറച്ച് മണ്ണുകൾ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും താഴോട്ട് പോയില്ല. അതുപോലെ തന്നെ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ആക്ച്വലി കയ്യിൽ ഇതൊക്കെ താങ്ങിയിരിക്കുന്നത്. ഭഗവാൻ ഒരു നിമിഷം ഒന്ന് മറന്നു കഴിഞ്ഞാൽ എല്ലാം തകിടം പറയും. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും നമ്മുടെ കഴിവ് കൊണ്ടാണ് പല കാര്യങ്ങളും നടക്കുന്നത് അല്ലെ, നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഒരു നിമിഷം കൊണ്ടെല്ലാം മാറി മറയാൻ പറ്റും. ഭഗവാന്റെ ആ ഒരു ശക്തി കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമ്മൾ എന്തൊരു കാര്യം നമ്മൾ എടുത്താലും നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഒരു ശക്തി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റിഫൈനറിയിലൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ആ റിഫൈനറി അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പ്രവർത്തിക്കും. അത് ഉണ്ടാക്കാൻ ഒക്കെ പ്രവർത്തിച്ച ശേഷം അത് ഉണ്ടാക്കിയ ശേഷം പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരു വ്യക്തി കാണുന്ന സമയത്ത് എല്ലാം വളരെ വ്യക്തമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. എല്ലാ വാൾവുകളും അവിടെ തുറക്കുന്നു, പ്രൊഡക്റ്റ് ക്രിയേറ്റ് ആവുന്നു, റോ മെറ്റീരിയൽ എടുക്കുന്നു. അതൊക്കെ കാണുന്ന സമയത്ത് ഒരു വ്യക്തി ചിന്തിക്കും ഇതൊക്കെ തനിയെ പ്രവർത്തിക്കുന്നു. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് പിന്നിൽ ഒരു കൺട്രോൾ റൂം ഉണ്ടാവും. അവിടെ കുറെ എഞ്ചിനീയേഴ്സ് ഇരുന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും അല്ലെ. അവിടെ ഇത്ര പ്രഷറിൽ അല്ലെങ്കിൽ ഇത്ര ഒരു ടെമ്പറേച്ചറിലായിരുന്നു ഈ കാര്യങ്ങൾ പോകണം. കാരണം അതിന് എന്തെങ്കിലും ഒരു വ്യതിയാനം വരികയാണെങ്കിൽ അവിടെ ചിലപ്പോൾ സ്ഫോടനം കൊണ്ട് നടക്കാം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിന് എന്തിനും ഒരു കൺട്രോൾ അതിന് പിന്നാലെ ഉണ്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നിൽ ഒരു കൺട്രോളർ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പിന്നാലെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നിലും ഭഗവാന്റെ കൈ ഉണ്ടാകുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഈ ഒരു അധ്യായത്തിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ഭഗവാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നിലനിർത്തുന്നുള്ള കാര്യമാണ് ഭഗവാൻ ഇവിടെ ഒരു ഇതിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പറയാണ് ഞാൻ തന്നെ ചന്ദ്രനായി തീർന്ന് എല്ലാ സസ്യങ്ങൾക്കും ജീവരസം പകരുന്നു ഉള്ള കാര്യം കൂടി പറയുന്നത് അല്ലെ. നമുക്ക് പല പല വെറൈറ്റി ആയിട്ടുള്ള പല നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അല്ലെ, ഫലങ്ങളും പച്ചക്കറികളൊക്കെ നമുക്ക് കഴിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിലൊക്കെ ഒരേ ടേസ്റ്റ് ആണ് ഉള്ളത് അല്ലല്ലേ, പല പല ടേസ്റ്റ് ആണ്. നല്ല മധുരമുള്ളതും നല്ല പുളിപ്പുള്ളതും പല രീതിയിലുള്ള വിഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ ആരാണ് ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാന്റെ ആ ഒരു കൈ അതിലുണ്ട് അല്ലെ. ഭഗവാനാണ് അതിന് ആക്ച്വലി അതിന് ആ രസം പകരുന്നുള്ള കാര്യം അല്ലെ. അപ്പൊ അതിനൊരു രസം ഇല്ലാതെ നമുക്ക് കഴിക്കാൻ സാധിക്കും. പക്ഷെ
ഭഗവാൻ എങ്ങനെയൊക്കെയാണ് പലതും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒരു അദ്ഭുതമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കരിക്കെടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ കരിക്കിനകത്ത് വെള്ളം എങ്ങനെ വന്നുള്ള വളരെ ഒരു സയന്റിഫിക് ആയിട്ട് നമുക്ക് ചിലപ്പോൾ പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല അല്ലെ. നമ്മൾ നോക്കുകയാണെങ്കിൽ കരിക്ക് അല്ലെങ്കിൽ തേങ്ങ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന ഒരു ഭാഗത്താണുള്ളത്. അപ്പോൾ ഈ നമ്മൾ ഒഴിക്കുന്ന വെള്ളം താഴെയുള്ളത്. അപ്പൊ ആ വെള്ളം എങ്ങനെയാണ് അതിന്റെ അകത്ത് പോയി അതും ആ വെള്ളം മധുരമായിട്ട് വെള്ളമായിട്ട് മാറുന്നു എന്ന് കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതൊക്കെ സയൻസിനും അപ്പുറത്താണ് ചില കാര്യങ്ങളുള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ കാണുമ്പോൾ ഭഗവാൻ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ലോജിക്കിനും പിന്നാലെയാണ് പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അത്രയും നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കൂടി അതിന്റെ മുകളിൽ ആ കരിക്കിന്റെ അകത്ത് നല്ല മധുരമായിട്ടുള്ള വെള്ളം നമുക്ക് വരാൻ സാധിക്കും. അതിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ, അതിനൊരു ഷെല്ലും ഉണ്ട്. അതിനകത്ത് മധുരമായിട്ടുള്ള കരിക്ക് കഴിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പല ക്രിയേഷൻസിനും നമുക്ക് പലപ്പോഴും സയൻസിലൂടെ അതിനെ പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല, നമ്മുടെ ഇന്റലിജൻസ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം വെച്ചാൽ ഭഗവാന്റെ കാരുണ്യം നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഏതൊരു വ്യക്തിയാണോ ആ ഭഗവാന്റെ കാരുണ്യത്തിനെ കാണുകയും അതിനൊരു നന്ദി രേഖപ്പെടുത്തുകയും ആ വ്യക്തിക്ക് എന്തെങ്കിലും ജീവിതത്തിൽ സന്തോഷം കാണാൻ സാധിക്കും. ഏതൊരു അവസ്ഥയിലും ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ പലപ്പോഴും ഇതിനെ മറക്കുന്നത് എന്താണോ, നമ്മൾ പലപ്പോഴും ഇതിനൊരു ടേക്കൻ ഫോർ ഗ്രാൻഡഡ് എന്ന മെന്റാലിറ്റി നമുക്കുള്ളത് പലപ്പോഴും ഇല്ല. നമുക്ക് ഇതൊക്കെ എനിക്ക് ലഭിക്കാൻ, എനിക്കിത് കിട്ടേണ്ട യോഗ്യത എനിക്കുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് വരേണ്ടതാണ് നമ്മൾ ചിന്തിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഭഗവാന്റെ കാരുണ്യമായിട്ട് ഇത് കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കാം, എനിക്ക് ഭഗവാൻ എന്തൊക്കെയാണ് എനിക്ക് തരുന്നത്. എനിക്ക് യോഗ്യത ഇല്ലെങ്കിൽ കൂടി ഭഗവാൻ പല പല കാര്യത്തിലൂടെ നമുക്ക് തരുന്നില്ല. നമുക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ തരുന്നു, നമുക്ക് നല്ല അമ്പലങ്ങൾ തരുന്നു, ശീലപ്രഭാന്റെ ഗ്രന്ഥങ്ങളുണ്ട്, ഭക്തന്മാരുടെ സംഘം നമുക്ക് കിട്ടുന്നു, പ്രസാദം തരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ബ്ലെസ്സിങ്സ് അല്ലെ, നമ്മൾ അതിനെ കൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഭഗവാന്റെ കാരുണ്യം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എപ്പോഴാണോ ഭഗവാന്റെ കാരുണ്യത്തെ മറക്കുന്നത് അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ നമുക്ക് അഹങ്കാരം നമുക്ക് വർദ്ധിച്ചു വരുന്നത്. പക്ഷെ അതേസമയത്ത് നമ്മൾ മനസ്സിലാക്കാണ് ഭഗവാന്റെ കാരുണ്യം നമുക്ക് എവിടെ നോക്കിയാലും ഭഗവാന്റെ കാരുണ്യത്തിന് കാണുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും അദ്ദേഹത്തിന് ആക്ച്വലി എളിമത്തത്തോടെ ഭഗവാന്റെ കാരുണ്യത്തിനെ എടുത്തുകൊണ്ട് സേവനം ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാവും അല്ലേ. അപ്പം അത്രത്തോളം ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്ന കാര്യമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ സ്നേഹിക്കുന്ന ഭഗവാനെ നമുക്ക് തിരിച്ച് എന്താണ് ചെയ്യാൻ സാധിക്കുക? നമുക്ക് ഭഗവാൻ എല്ലാം നമുക്ക് തരികയാണ്. അപ്പൊ തിരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഭഗവാൻ തരുന്ന കാര്യങ്ങളെ ഭഗവാന്റെ സ്നേഹത്തോടെ ഭഗവാൻ സേവനത്തിന് സമർപ്പിക്കാനുള്ള കാര്യമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ആക്ച്വലി റിയൽ ആയിട്ടും ഭഗവാനെ ശരിക്കും നമ്മൾ ശരിക്കും ഒരു മൈസർ അല്ലെങ്കിൽ ഒരു മൈസർ അല്ലാത്തൊരു വ്യക്തിയായിട്ട് മാറുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഭഗവാൻ തരുന്ന എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് ഞാൻ എന്റെ ഉപയോഗത്തിന് ഉപയോഗിക്കുന്നു, ഭഗവാനെ തിരിച്ചു കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? ഭഗവാനെ നമ്മളെല്ലാത്തിന്റെയും ജസ്റ്റ് ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു പ്രൊപ്പറേറ്റർ ഇല്ല നമ്മൾ ചിന്തിക്കണം. ഞാനാണ് ഉടമസ്ഥ എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ എത്രത്തോളം നമ്മളാണ് ഇതിന്റെ പിന്നിൽ, ഞാനാണ് ഇതിന്റെ നിയന്ത്രണം നമ്മൾ ചിന്തിക്കുന്നത്, അത്രത്തോളം നമുക്കത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത്രയും നമുക്ക് വേദന ഉണ്ടാവും. പക്ഷെ അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇതൊക്കെ ഭഗവാൻ എനിക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ തന്ന കാരുണ്യത്തിനെ ഞാൻ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുമ്പോൾ വീണ്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാന്റെ കാരുണ്യത്തിനെ കാണാൻ സാധിക്കും. എനിക്ക് വീണ്ടും ഭഗവാനുമായിട്ടുള്ള ആ പ്രേമബന്ധത്തിനെ എനിക്ക് നിലനിർത്താൻ സാധിക്കും എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഈ ശ്ലോകത്തോട് പറയുന്ന പോലെ തന്നെ നമുക്ക് ഭഗവാന്റെ കാരുണ്യത്തിനെയും ഭഗവാന്റെ ശക്തിയും ഓരോ കാര്യത്തിലും പിന്നെയും കാണുന്ന ഒരു വ്യക്തിക്ക് വളരെ എളുപ്പമായിട്ടും നമുക്ക് ഭഗവാന്റെ ശക്തിയെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരുന്നത്. കാരണം ഈ ഒരു അധ്യായത്തിൽ ഈവൺ ഇഫ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഭഗവാൻ വിശ്വാസം ഇല്ലെങ്കിൽ കൂടി ഈ പുരുഷോത്തമ യോഗത്തിൽ ഭഗവാൻ പല രീതിയിലും ഭഗവാനാണ് അതിന്റെ പിന്നിലുള്ള കാരണം എന്നുള്ള കാര്യം അർജുനന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. സാധാരണ ഒരു വ്യക്തിക്കും ഭഗവാൻ മനസ്സിലാക്കാൻ ഉള്ള ഒരു വഴിയായിട്ട് ഈ ഒരു അധ്യായത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഓരോ കഴിഞ്ഞ ശ്ലോകത്തിൽ സൂര്യനിൽ വരുന്ന ശക്തി ഇതൊക്കെ ഭഗവാനാണെന്ന് പറയുന്നു. ഇതിൽ നമുക്ക് ഓരോ ഗ്രഹത്തിനും ഉൾപ്പോകുന്നതും ഭഗവാനാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ശ്ലോകങ്ങളിലും നമുക്ക് അകത്തുള്ള ഡൈജഷൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നില്ലേ അപ്പോൾ ആ ജഡരാഗ്നി എന്ന് പറയുന്നു ആ ശക്തി വരുന്നത് ഭഗവാനിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങളിലും ഭഗവാന്റെ കാരുണ്യത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതിന് നമുക്ക് ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഇതൊക്കെ ഉണ്ട്, പിന്നെ വീണ്ടും നമ്മൾ മറന്നു പോകും. പക്ഷെ അങ്ങനെ ആ കാരുണ്യത്തിനെ മനസ്സിലാക്കിയ വ്യക്തികളിലൂടെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭഗവാൻ കാരുണ്യത്തിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊരു വ്യക്തിയാണോ ഈ കാരുണ്യത്തിനെ മനസ്സിലാക്കുകയും അതിനെ സാക്ഷാത്കരിച്ച വ്യക്തികളിൽ നിന്ന് കേൾക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് വീണ്ടും ഭഗവാന്റെ കാരുണ്യത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പലപ്പോഴും ഇതിനെപ്പറ്റിയൊക്കെ നമുക്കൊരു സത്സംഗത്തിൽ ഓർക്കാൻ പറ്റുകയാണെങ്കിൽ കൂടി നമ്മൾ പുറം ലോകത്തിലോട്ട് പോകുമ്പോൾ ഇതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്യാത്തത് നമ്മൾ വീണ്ടും മറന്നുകൊണ്ടേയിരിക്കും. പലപ്പോഴും ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കില്ല. അപ്പൊ വീണ്ടും ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഭക്തമായ സംഘം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാനുള്ള വഴിയുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ശീലപ്രഭാന്റെ ഗ്രന്ഥങ്ങൾ വായിക്കാനുള്ള കാര്യമാണ്. കാരണം പ്രഭാതം ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും നമുക്ക് ഞാനല്ല ആക്ച്വൽ പ്രൊപ്പറേറ്റർ എന്നുള്ള ബോധം നമുക്ക് വളരെ വ്യക്തമായിട്ട് വരും. ഭഗവാനാണ് എല്ലാത്തിനും റിയൽ കാരണം. ഭഗവാന്റെ കാര്യം നമുക്ക് ഏത് രീതിയിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രഭാതം നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് നമുക്ക് നിരന്തരം ഒരു വ്യക്തി ശീലപ്രഭാന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുകയും നിരന്തരം നാമജപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്
അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിലും ഭഗവാന്റെ കാരുണ്യത്തിനെ കാണാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഭക്തന്മാരെ കൂടെ വരുന്ന സമയത്ത് നമുക്ക് അതിനെ പറ്റി ഓർക്കാൻ സാധിക്കായിരിക്കും. പക്ഷെ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് വീണ്ടും നമ്മൾ നോർമൽ മെറ്റീരിയൽ ഭൗതിക ജീവിതത്തിൽ പോകുന്ന സമയത്ത് ബാക്കിയുള്ള കൂട്ടുകെട്ടിൽ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിനെപ്പറ്റി മറന്നു പോകും, അതിനെപ്പറ്റി ചിന്തിക്കാനും നമുക്ക് തോന്നില്ല. അതൊന്നും നമുക്ക് അതുകൊണ്ടാണ് ശീല പ്രഭുപാദ് നമുക്കൊരു നമുക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ അല്ല സാധന എന്നുള്ള സമയം തന്നിരിക്കുന്നത്. നമുക്ക് ഡെയിലി നമുക്ക് നാമം ജപിക്കാനും പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കാനും ശീല പ്രഭുപാദ് അദ്ദേഹത്തിന് അനുവർത്തിക്കുന്ന ഗുരുവര്യന്മാരിൽ നിന്നും കേൾക്കാനുള്ള സമയം തന്നിരിക്കുന്നു. അപ്പൊ ഏതൊരു വ്യക്തിയാണോ അതിന് സെൽഫ് ബാലൻസ് ആയിട്ട് നമ്മളെ നമ്മൾ നറിഷ്മെന്റ് ചെയ്യണം. അല്ലെ നമുക്കും സ്പിരിച്വലായിട്ട് നറിഷ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ ബാക്കിയുള്ളവർ കൊടുക്കാൻ സാധിക്കും. നമുക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കും വേറെ വ്യക്തിക്ക്. അതുകൊണ്ട് നമുക്ക് സാധനമാണ് നമ്മൾ സെൽഫ് നറിഷ്മെന്റ് പോലെയാണ്. നമ്മൾക്ക് ആത്മീയപരമായി മുന്നേറാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെ നമ്മൾ ഡെയിലി നമ്മൾ മുടങ്ങാതെ നമ്മൾ ചെയ്യുകയും ആ കാരുണ്യത്തിന് കൂടുതൽ നമ്മൾ ബാക്കിയുള്ളവർ കൊടുക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും ഭഗവാന്റെ കാരുണ്യം നമുക്ക് നേടുക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഭഗവാന്റെ കാരുണ്യം നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഭഗവാന്റെ കാരുണ്യമായിട്ട് എടുക്കണം എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം പക്ഷെ സാധാരണ ഒരു ബുദ്ധിമുട്ട് വരുമ്പം നമ്മൾ സ്വാഭാവികമായിട്ട് അതിനെ ഒന്ന് തരണം ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനോ ആണ് ശ്രദ്ധിക്കുന്നത്. അപ്പം ഈ ഇപ്പം എൻ്റെ ഒരു വീട് അഗ്നിക്കിരയായി എന്ന് വെച്ചു, എൻ്റെ വീട് കത്തുകയാണെന്ന് വെച്ചു. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളത് ഭഗവാന്റെ കാരുണ്യം എന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു പ്രഭു. പക്ഷെ അതേസമയം നമ്മൾ പെട്ടെന്ന് പോയി അത് അണയ്ക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പം ഈ പ്രതികരണവും അതും നമുക്ക് കാണുമ്പോൾ അതൊരു കോൺട്രഡിക്ടറി പോലെ തോന്നും. ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം, കാരുണ്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യണം, അതേസമയം തന്നെ നമ്മൾ അതിന് അഗൻസ്റ്റ് ആയിട്ട് റിയാക്ഷനും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക? നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാൻ ബുദ്ധി തന്നിരിക്കുന്നതുകൊണ്ട് അപ്പം നമുക്ക് നമ്മൾ ഭഗവാൻ തന്നെ ബുദ്ധി ഉപയോഗിക്കണം. അതേസമയത്ത് നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. പക്ഷെ അത് ചെയ്തിട്ട് ഒരു പ്രോബ്ലം സോൾവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഭഗവാൻ നമുക്ക് ഭഗവാന്റെ ഒരു പ്ലാൻ ഡിഫറെന്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം പ്രഭു പറഞ്ഞ നല്ലൊരു എക്സാമ്പിളും ചോദ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എല്ലാം ഭഗവാന്റെ കാര്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ കൂടി വീട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ആക്ച്വലി അതിനെ അണയ്ക്കാൻ ശ്രമിക്കാനുള്ള കാര്യമാണ്. കാരണം അതും ഭഗവാന്റെ ശക്തി തന്നെയാണ്. നമ്മൾ വീടുണ്ടാക്കിയത് അതൊക്കെ നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ വീട് എന്ന് പറയുന്നത് നമ്മൾ ഭഗവാൻ സൈന്യത്തിന് ഉപയോഗിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് ഭഗവാൻ തന്നെ ഈ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എത്രത്തോളം നമ്മളെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യാം. ബാക്കി ഒരു ലിമിറ്റിനപ്പുറം നമ്മളെ കൺട്രോൾ അല്ലാന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യമായിട്ട് കണ്ടുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കാനുള്ള കാര്യമാണ് മനസ്സിലാക്കിയത്. എന്ത് പ്രാക്ടീസ് ചെയ്താലാണ് ഭഗവാന്റെ കാര്യം നമുക്ക് എപ്പോഴും ഓർക്കാൻ സാധിക്കും അല്ലെ? അറിയാം, പക്ഷെ അത് ഭഗവാനാണ്. ഓക്കെ. അപ്പം ഒരു വഴി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ നിരന്തരം വായിക്കാനുള്ള കാര്യമാണ്. കാരണം അത് വായിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഉറയ്ക്കുന്നത്. പിന്നെ നമുക്ക് ആധ്യാത്മികവര്യന്മാർ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പം നമുക്ക് ഇപ്പം രസോഹം അപ്സ് കൊന്നേ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കുന്ന സമയത്ത് അതിന്റെ രുചി എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം പ്രാക്ടിക്കലായിട്ട് പല രീതിയിലും മനസ്സിലാക്കാം. പക്ഷെ നമ്മൾ എത്രത്തോളം അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, എഫേർട്ട് ഇടുന്നുള്ള കാര്യം നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ അതൊരു കാര്യമാണ്. അപ്പൊ നിരന്തരം ഒരു വ്യക്തി തിരുനാമം ശ്രദ്ധയോടെ ജപിക്കുകയും ഗ്രന്ഥങ്ങൾ വായിക്കുകയും സേവനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് ആ ഒരു ഓർമ്മ നമുക്ക് വരും. പറഞ്ഞു അതിന് ഓർമ്മ വരും. അപ്പൊ അങ്ങനെ നമുക്ക് സൂര്യനെ കാണുമ്പോഴും ചന്ദ്രനെ കാണുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ഓർക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ അതിനായിട്ടുള്ള നമ്മുടെ സൈഡിൽ ഒരു എൻഡവർ നമ്മൾ എപ്പോഴും ഇടാൻ ശ്രമിക്കുകയാണ് കാര്യം. അതാണ് നമുക്ക് സാധനഭക്തി ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു കോൺഷ്യസ്നെസ് ഡെവലപ്പ് ആവും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. മാതാജിമാർ
പുസ്തക വായന കൺസിസ്റ്റൻസി ഇങ്ങനെ കൊണ്ടുവരാം അങ്ങനെ നമുക്ക് ചിലപ്പോൾ നമ്മൾ കുറച്ച് വായിക്കും കുറച്ച് വായിക്കില്ല. അപ്പം ഒരു കാര്യം വെച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഷീല പ്രഭുപാദിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി അദ്ദേഹത്തിന്റെ ബുക്സ് ആണ്. ഈ മൂവ്മെന്റിന്റെ ബേസിസ് എന്ന് പറയുന്നത് എന്താണ്? ബുക്സ് ആർ ദ ബേസിസ് ആണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ നമ്മൾ കാണുന്ന ഭക്തന്മാർ നമ്മുടെ കൂടെ ഉണ്ടാവും, ചിലപ്പോൾ ഭക്തന്മാര് മൂവ്മെന്റ് വിട്ടുപോകും, ചിലപ്പോൾ ആത്മീയ ഗുരുവിന് വീഴ്ച പറ്റാം, പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കും. പക്ഷെ എന്നാലും ഗ്രന്ഥമാണ് അതിന്റെ ബേസിസ്. നമുക്ക് ആ ഒരു വിശ്വാസം നമുക്ക് പ്രഭുപാദ ഗ്രന്ഥങ്ങൾ വായിച്ചാലേ വിശ്വാസം ഉണ്ട്. അപ്പൊ ആ ഒരു ഗ്രന്ഥത്തിന് നിലനിർത്തിയാണ് നമുക്ക് ഭക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക ആക്ച്വലി നമുക്ക് പ്രഭുപാദനെ പറയുന്നുണ്ട്. അപ്പം ഏതൊരു വ്യക്തിയാണ് പ്രഭുപാദ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ആ വ്യക്തിക്ക് ഓരോ നിമിഷവും പ്രഭുപാദായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് പ്രഭുപാദ് പല കോട്സിലും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ വിഷമിക്കും, ഞാൻ പ്രഭുപാദായിട്ട് നേരിട്ട് അസോസിയേറ്റ് ചെയ്തില്ല, കണ്ടില്ല, നമ്മളങ്ങനെ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആത്മാർത്ഥം പ്രഭുപാദന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഓരോ നിമിഷവും പ്രഭുപാദായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേജിൽ നമ്മൾ ഏതെങ്കിലും പ്രഭുപാദ ഗ്രന്ഥങ്ങൾ എടുത്ത് വായിക്കുന്ന സമയത്ത് അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം പലപ്പോഴും കിട്ടാറുമുണ്ട്. നമുക്ക് അങ്ങനെ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാം, അങ്ങനത്തെ വ്യക്തികളായിട്ട് നമ്മൾ നിലനിർത്തുക. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കുക ആക്ച്വലി ഇത് എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് എന്ന കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇനീഷ്യലി നമ്മൾ സ്നേഹത്തോടെ ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഗ്രന്ഥം വായിക്കുന്ന എൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. നമ്മൾ കുറച്ച് നേരമെങ്കിലും കണ്ടെത്തി മെല്ലെ മെല്ലായിട്ട് അത് വായിക്കും. നമ്മൾ കുറച്ച് നാളത് വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ഹാബിറ്റായിട്ട് മാറും, പിന്നെ നമുക്ക് വായിക്കാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മനസ്സിലാക്കുക. ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കുന്നത് എനിക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, പക്ഷെ എനിക്ക് ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം മനസ്സിലാക്കിയ ഒരു പരിശുദ്ധ ഭക്തന്റെ വാക്കുകളോടെയും മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ പ്രഭുപാദി ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തന്നിട്ട് നമ്മളിപ്പോൾ അത് വായിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കാണ് നഷ്ടം സംഭവിക്കുക അല്ലെ. ഇത്രയും ഗ്രന്ഥങ്ങൾ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാനെ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി എഴുതിയ ഗ്രന്ഥങ്ങളാണ്. അപ്പൊ നമുക്ക് ആ വ്യക്തിയുടെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അത്രയും സ്നേഹം നമുക്ക് വരും അല്ലെ. നമുക്കൊരു എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമുള്ള കൺജങ്ക്ടിവൈറ്റിസ് ഉള്ള ഒരു അസുഖമുള്ള ഒരു വ്യക്തിയുടെ കൂടെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുള്ളൂ, ചെങ്കണ്ണ് നമുക്കും വരും. അതുപോലെ തന്നെ ഭഗവാനായിട്ട് സ്നേഹമുള്ള ഒരു പരിശുദ്ധ ഭക്തന്റെ ആ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്കും അതേ സ്നേഹം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. പിന്നെ പ്രഭുപാദന്റെ ജീവിതം നമ്മൾ എസ്പെഷ്യലി നമ്മൾ പ്രഭുപാദ് ലീലാമൃതയും അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് എത്രത്തോളം പ്രഭുപാദ് കഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഗ്രന്ഥങ്ങൾ എഴുതാനും ഈ മൂവ്മെന്റ് കൊണ്ടുവരാനൊക്കെ. അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നന്ദിക്കപ്പുറം നമുക്ക് ചെയ്താൽ തീരാത്ത ഒരു കടത്തിനപ്പുറത്വമാണ് നമുക്ക് പ്രഭുപാദത്ത് നമുക്ക് ഈ ജന്മം കൊണ്ടോ എത്ര ജന്മം കൊണ്ടോ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വായിക്കണമെന്നുള്ള ആഗ്രഹം വരുമ്പോൾ അപ്പൊ നമുക്കതൊരു ഡെയിലി നമ്മളൊരു ഇതായിട്ട് എടുക്കാം. പ്രഭു 16 മാല ജപിക്കുന്ന പോലെ തന്നെ ഡെയിലി ഒരു സമയം കണ്ടെത്തി പറ്റുകയാണെങ്കിൽ രാവിലെ തന്നെ അത് ചെയ്ത് തീർക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് കുറച്ച് ദിവസം വായിച്ചു പോകുമ്പോൾ തന്നെ പ്രഭുവിന് ആ ഒരു മാറ്റം കണ്ടെത്താൻ സാധിക്കും. അതിനൊരു സമയം നമ്മൾ കണ്ടെത്താനുള്ള കാര്യമാണ്. നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് അതിനായിട്ടുള്ളൊരു സമയം നമ്മൾ നിർബന്ധമായിട്ട് കണ്ടെത്തണം. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രഭുപാദിന്റെ റിയൽ മൂഡ് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മൾ വായിച്ചാലേ നമുക്ക് ബാക്കിയുള്ളത് വായിക്കാൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്നാൽ ഈ മൂവ്മെന്റ് ഇനി മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ പലപ്പോഴും പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രഭുപാദിന്റെ മൂഡ് എന്താ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ നമുക്കൊരു ഡീവിയേഷൻ നമുക്ക് പലപ്പോഴും മൂവ്മെന്റിൽ സംഭവിക്കും. ഓക്കെ, ബുക്ക് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പലപ്പോഴും ഓൺലൈൻ വായിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ബുക്സ് ഡിസ്ട്രിബ്യൂട്ട് അവർ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല അല്ലേ. നമുക്ക് പറയാൻ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം നമ്മൾ പലപ്പോഴും പറയുന്നത് വെച്ചാൽ ഈ ബുക്സ് വാങ്ങുന്ന സമയത്ത് ഇത് നിങ്ങൾ തരുന്ന ഈ ഒരു പണം എന്ന് പറഞ്ഞാൽ അന്നദാനത്തിന് ഉപയോഗിക്കുകയാണ്, അങ്ങനത്തെ ഒരു ഗുഡ് കോസിന് യൂസ് ചെയ്യുന്നുള്ള കാര്യം അവർക്ക് പറയാം. അപ്പൊ ആ രീതിയിലൂടെ അവർ ഇത് ചെയ്യാം. പിന്നെ നമുക്ക് ബുക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പേഴ്സണൽ ആണ്. നമുക്ക് പലപ്പോഴും ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വായിക്കുന്ന സമയത്ത് അവർക്ക് പറയാം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ കൂടി നമുക്ക് അതിന് പൂർണ്ണ ബെനിഫിറ്റ് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്താലും അതിന്റെ ബെനിഫിറ്റ് കിട്ടും അല്ലേ, എന്തൊരു കാര്യം നമ്മൾ വാങ്ങുമ്പോഴും. അതുപോലെ തന്നെ ബുക്സ് വാങ്ങിയെടുത്ത് അതിന് വായിക്കുമ്പോൾ ഉള്ള ഒരു നമുക്ക് ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പും നമ്മളൊരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, ഫോക്കസ് ചെയ്യാൻ പലപ്പോഴും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ബുക്സ് വാങ്ങുന്നതുകൊണ്ട് ഒരു
രീതി നോക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ അതിനൊരു പണം കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. എന്തൊരു സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും അതിനൊരു പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്ന ആ പൈസ നമ്മൾ ടെമ്പിൾ അധികാരികൾ ഭക്തി സേവനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വ്യക്തിക്ക് ഭക്തിയിലോട്ട് വരാനുള്ള ഒരു അവസരം കൂടിയാണ് അത് വരുന്നത്. ആ രീതിയിൽ നമുക്ക് അവർക്ക് ഒരു പരിധിയും പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം ബുക്സിലൂടെ വായിക്കുമ്പോൾ നമുക്ക് റിയൽ ആയിട്ട് നമുക്ക് ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് പലപ്പോഴും വരുന്നു. അല്ലാതെ നമ്മൾ വായിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മൈൻഡ് അവിടെ ഇവിടെയൊക്കെ നമ്മൾ പോയി പോകും. നമുക്ക് ഒരിക്കലും ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. ചിലർക്ക് കിൻഡിലൊക്കെ വായിക്കുന്ന ആൾക്കാരും ഉണ്ട്, പക്ഷെ അതൊക്കെ വളരെ ചുരുക്കം ആൾക്കാരാണ് ഉള്ളത് പലപ്പോഴും. നമ്മൾ കാണുന്ന പുതിയതായിട്ടുള്ള വ്യക്തികളൊക്കെ നമ്മൾ ബുക്സിലൂടെ വായിക്കാൻ തന്നെ നമ്മൾ അവരെ ഇൻസ്പയർ ചെയ്യണം പറഞ്ഞു. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ സമയം കൂടെ ഉണ്ട്. श्रीमद् भगवद गीता की जय, श्रील प्रभुपाद की, समवेत गौर भक्तों की।